ടെലിവിഷൻ ചാനലുകൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്ന ഒരു മാധ്യമമാണ്. അതിൽ സ്ഥിരമായി മുഖം കാണിക്കുന്നവരൊക്കെ അത്യാവശ്യം സെലിബ്രിറ്റികളുമാണ്. എന്നാൽ അത്തരത്തിൽ തങ്ങൾ സെലിബ്രിറ്റികളായത് തങ്ങൾക്ക് സവിശേഷമായ എന്തോ കഴിവുള്ളത് കൊണ്ടാണെന്ന് സ്വയം ധരിച്ച് നാട്ടിൽ നടക്കുന്ന സകല വിഷയങ്ങൾക്കും തീർപ്പ് പറയാൻ നടക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരിൽ പ്രധാനികളാണ് മാധ്യമപ്രവർത്തകർ അഥവാ മാപ്രകൾ. എഴുതി കൊടുക്കുന്ന വാർത്ത അക്ഷരത്തെറ്റില്ലാതെ കൂട്ടി വായിക്കാൻ അറിയാവുന്നവരിൽ പുതിയ കോർപ്പറേറ്റ് മീഡിയ സംസ്കാരത്തിൽ പ്രസന്റബിൾ ആയൊരു മുഖവുമാണ് ഭൂരിഭാഗം വാർത്താ വായനക്കാരെയും മാധ്യമപ്രവർത്തകർ എന്ന ടാഗിൽ കൊണ്ടുവരുന്നത്. കൊള്ളാവുന്ന ഒരു റിപ്പോർട്ട് പോലും തയ്യാറാക്കാൻ അറിയില്ലെങ്കിലും ഇങ്ങനെ പേരെടുത്താൽ പിന്നെ നാട്ടുകാരെ പഠിപ്പിക്കുന്ന വാദ്യന്മാരായി മാറും. എന്താണ് യോഗ്യത എന്ന് ചോദിച്ചാൽ മുന്നിലെ സ്ക്രീനിൽ വരുന്ന വാർത്തകൾ ഒച്ചത്തിൽ വായിക്കും. നമ്മുടെ കടത്തുകാരൻ മാപ്ര ഹാഷ്മി താജ് ഇബ്രാഹിം ഈ ഗണത്തിൽ നേതാവാണ്. മകാരം മത്തായി മാവച്ച് വാചകങ്ങൾ ഉണ്ടാക്കി പ്രാസത്തിൽ പറയുന്നത് പോലെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് കാര്യമായ യാതൊരു ബോധവുമില്ലെങ്കിലും പ്രാസമൊപ്പിച്ച് ശ്വാസം വിടാതെ 3 മിനിറ്റ് കഥാപ്രസംഗം നടത്തും എന്നത് മാത്രമാണ് ആളുടെ മാധ്യമ പ്രവർത്തന ജീവിതത്തിലെ സംഭാവന. ആ പറയുന്നത് എന്താണെന്നോ അതിലെ ശരിതെറ്റുകൾ എന്താണെന്നോ ഒന്നും ഹാഷ്മിക്ക് ഒരു വിഷയമേ അല്ല. കഥാപ്രസംഗം നടത്തി പിന്നീട് അങ്ങോട്ട് പുച്ഛവും പരിഹാസവും അധിക്ഷേപങ്ങളും വാരിച്ചൊരിയും. ഇടതുവിരുദ്ധ വാർത്തകളുടെ കുത്തൊഴുക്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ വിമർശിച്ച് ഒരു ചർച്ച പോലും നടത്താൻ മുട്ടിടിക്കും. പക്ഷേ ഭൂരിഭാഗം മാപ്രകളെ പോലെ തന്നെ പഴയ SFI എന്ന സ്ഥിരം പല്ലവിയാണ് വിമർശനങ്ങളോടുള്ള പരിചയം. മുന്നേ PV അൻവറിന്റെ കയ്യിൽ നിന്ന് അസ്സലായി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഈ അഭിനവ ധാർമ്മിക രോഷക്കാരൻ. അന്ന് വാലും ചുരുട്ടി സാഷ്ടാംഗം പ്രണമിച്ചതുമാണ്. വ്യക്തിപരമായി ആക്രമിക്കരുതത്രേ. മുഖ്യമന്ത്രി മുതൽ നാട്ടിലെ ഒരു പാർട്ടി പ്രവർത്തകനെ പോലും ഏറ്റവും നികൃഷ്ടമായ ഭാഷയിൽ തൻ്റെ പട്ടിഷോയ്ക്ക് എരിവും പുളിയും പകരാൻ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് ആക്രമണത്തിനെതിരെ കൊണവധികാരം പറയുന്നത്. മാതൃഭൂമിയിൽ അഭിലാഷ് മോഹന്റെ നിഴലിൽ ഗതി പിടിക്കാതെ നിൽക്കുന്ന കാലത്ത് ഈ ഹാഷ്മി ചെയ്തു കൂട്ടിയത് ഇവിടെ പറഞ്ഞ് എൻ്റെ വില കളയുന്നില്ല. തൽക്കാലം ഹാഷ്മിയോട് ഒന്നേ പറയാനുള്ളൂ, തൻ്റെ കഥാപ്രസംഗം നല്ല ബോറായിട്ട് വരുന്നുണ്ട്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കി പണിയെടുത്ത് ജീവിക്കുന്നതായിരിക്കും നല്ലത്.